ഹായ് ഗെയ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ തിരുവചനം യെശയ്യാ 59:1. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. സ്നേഹമുള്ളവരെ, ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുൻപ് മനസ്സ് വേദനിച്ചിരുന്ന ഒരു സമയത്ത് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് ലഭിച്ച വചനമാണിത്. ആ വചനം ലഭിച്ച അന്നു മുതൽ ഇന്നോളം തമ്പുരാൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ ആണ് എൻ്റെ യാത്ര. ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റായിരുന്നു ആ വചനം ലഭിച്ച അന്നു മുതൽ അങ്ങോട്ട്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഞാൻ മംഗലാപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ വിവാഹം നടക്കുന്നതും ഞാൻ ശീരാടി എന്ന ഗ്രാമത്തിലേക്ക് വന്നതുമല്ല. വളരെ സന്തോഷപൂർണ്ണമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മക്കളെ 2 പേര്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്തിനെന്നറിയില്ല, കുഞ്ഞുങ്ങൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അകത്ത് മാതാവിൻ്റെ ഫോട്ടോ നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് എന്തിനെന്നറിയില്ല മനസ്സ് വല്ലാതെ വിഷമിച്ചു. അന്ന് ജോലിക്കൊന്നും പോകുന്നില്ല, സ്വയം സ്വസ്ഥം ഗ്രഹഭരണം എന്ന രീതിയിലിരിക്കുന്ന സമയത്താണ്. അപ്പോൾ മാതാവിൻ്റെ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ എന്തോ മനസ്സ് വിഷമിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഉൾവിളി ഉണ്ടായി, നീ പോയി ബൈബിൾ തുറക്കുക എന്ന്. ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് ലഭിച്ച വചനമാണിത്. യെശയ്യാ 59:1. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. എവിടെ നിന്നില്ലാത്തൊരു ശക്തി എന്നിലേക്ക് ആഹ്വാനിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തു. അന്ന് ഞാൻ വെറും ഒരു ദുർബലയായ ഒരു പൊട്ടിപ്പെണ്ണ്, എന്ത് കേട്ടാലും കരയാൻ മാത്രം അറിയാവുന്ന ഒരു പെണ്ണായിരുന്നു. ഈ വചനം ലഭിച്ചതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തമ്പുരാൻ തൻ്റെ ദൂതനെ എന്നെ പഠിപ്പിച്ച എൻ്റെ മാഷിലൂടെ ഇറക്കി. കേരളത്തിൽ നിന്നും എൻ്റെ ഗുരുനാഥന് എന്നെ അന്വേഷിച്ച് ശീരാടിയിലെത്തുകയും ഇവിടെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എൽസമ്മ എന്നൊരു കുട്ടി ഇവിടെയുണ്ട്, എവിടെയാണെന്നറിയില്ല എന്ന് പറഞ്ഞ് കൃത്യമായി അദ്ദേഹം വന്ന് ചോദിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ കടയിൽ തന്നെയാണ്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഗുരുനാഥനെയും കൂട്ടി വീട്ടിൽ വരുമ്പോൾ എനിക്ക് എന്തോ ഒരു ആകാംക്ഷയായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല ആ ഒരു വരവ്. ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും. എന്തിനായിരിക്കും എന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ എന്നെ തേടി വീട്ടിലെത്തിയത്? അപ്പോൾ ഗുരുനാഥൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എനിക്കിവിടെ കർണാടകത്തിൽ ഒരു ലാബ് തുടങ്ങാൻ പ്ലാനുണ്ട്, നീ എനിക്ക് സ്റ്റാഫായിട്ട് വന്നാൽ നല്ലതായിരുന്നു. ഈ കാര്യം പറയാൻ വേണ്ടി അദ്ദേഹം അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ സൗകര്യങ്ങളും ഇല്ലാത്ത സമയമായതുകൊണ്ട് അദ്ദേഹം അന്വേഷിച്ച് കേരളത്തിൽ നിന്നും കർണാടകത്തിലെത്തുകയാണ് ചെയ്തത്. ഇതാണ് തമ്പുരാൻ്റെ കരുതൽ. സ്നേഹമുള്ളവർ, ABCD അറിയാതെ എന്നെ ഇന്നൊരു സ്ഥാപനത്തിൻ്റെ ഉടമയാക്കി, അനേകം കുഞ്ഞുങ്ങളെ ലാബ് പഠിപ്പിച്ച് വിടാൻ തക്ക വിധം പ്രാപ്തിയാക്കി, മലയാളം പഠിച്ച് എന്നെ കന്നഡയിൽ ക്ലാസ് എടുക്കാൻ പ്രാപ്തിയാക്കിയത് മറ്റാരുമല്ല, നമ്മെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ശക്തനായ സംരക്ഷകൻ നമുക്ക് മേലെ ഇരിപ്പുണ്ട്. നമ്മുടെ ഏത് സങ്കടങ്ങളിലും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു തമ്പുരാൻ. ജീവിതത്തിലൂടെ പല അനുഭവങ്ങളിലൂടെ തമ്പുരാൻ പലവട്ടം ദൂതന്മാരെ ഇറക്കിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അതിലൊരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെയാണ് ഈ ഇന്നത്തെ മാതാലാവിൻ്റെ ഉത്ഭവം. അപ്പോൾ നമ്മൾ ദൈവത്തോട് നീതിപൂർവം ചോദിക്കുമ്പോൾ നമ്മൾ എവിടെ അന്വേഷിച്ച് പോകേണ്ട, നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് ദൈവം തൻ്റെ ദൂതനെ അയക്കും. അത് പലരുടെ രൂപത്തിലാകാം, പല സന്ദർഭത്തിലൂടെയാകാം, പല സമയങ്ങളിലൂടെയാകാം. അന്നൊന്നും എനിക്കിതിൻ്റെ പ്രാധാന്യം അറിയില്ലായിരുന്നു. അന്നൊക്കെ ചെറിയ പ്രായമായിരുന്നതുകൊണ്ട്. പക്ഷേ ഇന്ന് ഒരു പ്രാർത്ഥനാനുഭവത്തിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അന്ന് തമ്പുരാൻ ദൂതൻ്റെ രൂപത്തിൽ ഇറക്കിയത് എൻ്റെ തന്നെ സ്വന്തം ഗുരുനാഥനെ ആയിരുന്നുവെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ബൈബിൾ തുറക്കണം. ശരിയായ ഉത്തരം ബൈബിളിലുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പെരുമാറുമ്പോഴാണ്
തമ്പുരാൻ നമ്മുടെ വിളി കേൾക്കുന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നത്. പലവട്ടം പലരുടെ രൂപത്തിൽ ജീവിതത്തിലേക്ക് തമ്പുരാൻ ദൂതനെ അയച്ചിട്ടുണ്ട്. ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിൽ സംതൃപ്തിയും സന്തോഷവും മാത്രമേ ഉള്ളൂ. ഒന്നും അറിയാതിരുന്ന ഒരു പൊട്ടിപ്പെണ്ണിനെ കൊണ്ട് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ലാബിൻ്റെ ട്രെയിനിങ് കൊടുത്ത് അവരുടെ വഴി തെളിച്ച് വിടാൻ തക്കവിധം എന്നെ പ്രാപ്തിയാക്കിയ തമ്പുരാൻ. എനിക്ക് തന്നെ എപ്പോഴും ഞാനാണോ ഇതൊക്കെ ചെയ്തതെന്ന് ഓർക്കാറുണ്ട്. ഒരിക്കലും ഞാനല്ല, എന്നെ ഒരു ഉപകരണമാക്കിക്കൊണ്ട് തമ്പുരാനായിരുന്നു അവിടെ പ്രവർത്തിച്ചിരുന്നതെന്ന് വളരെ വ്യക്തമാണ്. നമ്മളൊക്കെ ദൈവത്തിൻ്റെ വെറും ഉപകരണങ്ങൾ മാത്രം. ഒരിക്കലും നമ്മൾ അതേക്കുറിച്ച് വലിയ അഹങ്കരിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിന് പ്രവർത്തിക്കാൻ ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരെ ദൈവം തിരഞ്ഞെടുക്കും. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിരുന്നു ഞാൻ ഇന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ജീവിതാനുഭവ കഥ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും തമ്പുരാൻ നിങ്ങളുടെ തക്ക സമയത്ത് ദൂതനെ ഇറക്കി നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ യെശയ്യാ 59:1 തിരുവചനം ആരും ഒരിക്കലും മറക്കരുത്. അവിടുന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. വിശ്വസിക്കുക. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. നമ്മുടെ വിളികളൊന്നും കേൾക്കാതിരിക്കാൻ മാത്രം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടുമില്ല. മനസ്സ് നൊന്ത് ഹൃദയവേദനയോടുകൂടി വിളിക്കുമ്പോൾ ഇറങ്ങി വരുന്നവനാണ് തമ്പുരാൻ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ തിരുവചനത്തിൻ്റെ അഭിഷേകം നേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട എൽസി ജോസ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.